എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിതാ ഇവിടെ വില്ലേജ് ഹോൾ വന്നതാട്ടോ, വില്ലേജ് ഹോം മാളിൽ. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ അടിപൊളി നല്ല ഭംഗി കുറേ ടോയ്സ് എന്ന് പറയാൻ പറ്റില്ല, അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങാൻ പോയി. ഇപ്പം ഞങ്ങളത് എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പം ഞങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞ സാധനങ്ങൾ വാങ്ങാം. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, ഞങ്ങൾ പോവുകയാണ് കേട്ടോ. നൈഷുവിനെ ട്രോളിയിൽ ഉന്തി പോവാണ്. ഞങ്ങളൊക്കെ ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനാണ് വീഡിയോ എടുക്കുന്നത്. ഇതാ നൈഷു അവിടെ ഉണ്ട്. ഇതാ ഞങ്ങളിങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ് കേട്ടോ. ഇതൊക്കെ ഡ്രസ്സിൻ്റെ കടയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ വില്ലേജ് മാളിൻ്റെ ഒക്കെ അകത്ത് കയറി. ഇപ്പോൾ ഞങ്ങൾ വില്ലേജ് മാളിൻ്റെ ഉള്ളിലുള്ള ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയതാണ്. ഇപ്പോൾ ഇതാ ഇവിടെ അടിപൊളി സംഭവങ്ങളൊക്കെ, അത് കൂളിംഗ് ഗ്ലാസ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ കുറേ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ വേറെ സാധനം കാണിച്ചു തരാം. ബ്രേസ്ലെറ്റ് നമുക്ക് വാങ്ങിയല്ല. അപ്പം എനിക്ക് വേണം നമുക്കൊരു സാധനം കാണിച്ചു തരാം. മാറുകയാണ് ഇത് നോക്കണ്ട ഗൈസ്. ഇത് ടാഗാണ് അതിൻ്റെ. നല്ല ഭംഗിയില്ലേ? ഇവിടെ നിന്ന് ഇങ്ങനത്തെ എല്ലാം ഇട്ടൊക്കെ നോക്കാം, പക്ഷെ അവിടെ തന്നെ വെക്കണം വാങ്ങുന്നില്ലെങ്കിലും. അതാ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. എന്തൊക്കെയാണ് ഇതിൻ്റെ പേര് പോലും അറിയത്തില്ല ഗൈസ്. വേറെ സാധനം കണ്ടോ നിങ്ങൾ? വെപ്പം മുടി. അത് ഇതിൻ്റെ ഉള്ളിൽ റോസാപ്പൂ. അത് ഇതിൻ്റെ അത്ര ഉള്ളതാണ്. വെപ്പം മുടി കേട്ടോ ഫ്രണ്ട്സ്. കണ്ടോ അടിയിലായിട്ട് വെപ്പുമുടിയാണ്. നമുക്കിതൊന്നും എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് വെപ്പുമുടിയുടെ ആവശ്യമില്ല, കാരണം എനിക്ക് വെപ്പുമുടി ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്താ അറിയോ? ഒന്നാമതെന്ന് വെച്ചാൽ വെപ്പുമുടിയും എൻ്റെ മുടിയോടെയും വെച്ച് നോക്കിയാൽ എൻ്റെ മുടി ഇങ്ങനത്തെ ഒരു സിൽക്കി മുടിയാണ്. അതിൻ്റെ ഉള്ളിലായിട്ടാൽ വേറെ മുടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാക്കും. പക്ഷേ അതുപോലുള്ള അതുപോലെ ഉള്ള മുടിയാണെങ്കിൽ നമുക്കത് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ദാ ഫ്രണ്ട്സ്, ഇവിടെ അടിപൊളി കമ്മലൊക്കെ കാണാം. ഇതൊക്കെ വാങ്ങണം എന്നൊക്കെ ഉണ്ട്. കണ്ടോ, പക്ഷെ നല്ല പൈസയാണ്. ഷാനുട്ടണ്ടാ അതാ ബൺ മുകളിലൊക്കെ ബൺ ഉണ്ടോ? ഇത് എങ്ങനത്തെ ഒക്കെ ബണ്ണാന്നാ? മുത്തുമുത്തുള്ള ബണ്ണ്, പാല് പോലുള്ള ബണ്ണ്, പല പല ബഡ്സൊക്കെ ഉണ്ട്. സൂപ്പറാട്ടോ ഫ്രണ്ട്സ്. സാധനങ്ങളൊക്കെ ഇതാ ബില്ല് ചെയ്യാണ് കേട്ടോ. ഞങ്ങളിതൊക്കെ എന്ത് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ പോവുകയാണ്. ഇതാ ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറേ അധികം മിഠായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കിണ്ടർജോയാണ് മേടിച്ചത്. ഇപ്പുറത്തും ഉണ്ട്. ഞങ്ങൾ ബില്ലടിച്ചിട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ നിറയെ മിഠായികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ മിഠായി നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഫിസിൽ ഒതുന്ന ഒരു മിഠായിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു കിൻഡർ ജോയ് കാണിച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ബില്ലടിച്ച് ഞങ്ങളിപ്പോൾ പോവുകയാണ്. ഇപ്പോൾ അവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ. ഞങ്ങൾ നേരത്തെ ഒരു വട്ടം വന്നതാണ്, എന്നാലും ഞാൻ പറയുകയാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ഇപ്പം ഞങ്ങൾ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിതാ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ കൂടി ഞങ്ങൾ കിൻഡർ ജോയ് വാങ്ങിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ കുലുക്കി വെക്കുകയാണ് എന്താ സമ്മാനം എന്നൊക്കെ. അങ്ങനെ ഇതാ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടി കറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കിൻഡർ ജോയൊക്കെ പൊട്ടിച്ച് ഞങ്ങളിതാ അപ്പോൾ കിൻഡർ ജോയിൻ്റെ ഉള്ളിലുള്ളത് കഴിക്കുകയാണ്. അപ്പോൾ ഇതാ നല്ല സന്തോഷമായിട്ടുണ്ട്. നൈഷുതാ ഈ ട്രോളിയിലൊക്കെ കയറി ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ട് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് തപ്പി നടന്നതാ. ഇവിടെ ഞങ്ങൾക്ക് ഒരു സ്ഥലം കിട്ടി. അങ്ങനെ ഇതാ ഞങ്ങൾ വില്ലേജ് മാളിൽ വന്നപ്പോൾ ഇവിടെ നടന്നൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. സ്കേറ്റിംഗ് ഡാൻസ് ആണ്. അപ്പം അടിപൊളിയായിട്ട് ഇത് കാണാൻ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വന്നിട്ട് അപ്പോൾ ഞങ്ങളത് കണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഫുഡ് വന്നിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഫുഡ്
വന്നിട്ട് ഇനി പിസ്സ വരാനുണ്ട്. ഇതാ ഞങ്ങളിത് ഫ്രഞ്ച് ഫ്രൈസ്, ഇതാ ബർഗർ അല്ലേ, ബർഗർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇനി പിസ്സ വരാനുണ്ട്. അപ്പം അതിന് വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. അപ്പോൾ ഇതാ ഇവിടെ അടിപൊളിയായിട്ട് ഇത് കാണാനിതാ കാണിച്ചു തരാം. എന്താ അപ്പോൾ ഫ്രണ്ട്സ് ദാ പിസ്സ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, ഞാനും ഷാനും ഒക്കെ. അപ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റ് ഇട്ടിട്ടൊക്കെ ഷാനുവിനും നൈഷുവിനൊക്കെ. ഞങ്ങളിത് പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതാ 2 പെപ്സി ഉണ്ട്, പിന്നെ 2 കുപ്പി വെള്ളവും സ്ട്രോ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതാ ഞങ്ങളിത് തുറക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അതാ ഇത് എല്ലാം ഇതിൻ്റെ മുകളിലുള്ളതൊക്കെ മാറ്റി ഇത് തുറന്നു കിട്ടോ. അത് നല്ല സന്തോഷമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതാണ് കേട്ടോ പിസ്സ. അങ്ങനെ അതാ ഞാൻ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ എടുത്തു കേട്ടോ. അങ്ങനെ ഞാനെടുത്തിപ്പോൾ കഴിക്കുകയാണ്. അതിലുള്ള ഓരോ പീസൊക്കെ ഞാൻ കളഞ്ഞിട്ടാട്ടോ ഞാൻ കഴിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിസ്സ. അങ്ങനെ അതാ പിന്നെ പെപ്സി ഞാനും ഷാനും കുടിക്കുകയാണ്. അങ്ങനെ അതാ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചില ആൾക്കാർ ഇതും കഴിച്ചിരുന്നു കേട്ടോ, ബർഗറും. അങ്ങനെ അതാ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ച് പുറത്തേക്ക് വന്നു. ബാക്കി ഒരു പെപ്സി ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ കൈ പിടിച്ച് കുടിക്കുകയാണ്. അങ്ങനെ അതാ ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ ഗായ്സ്. ഇവിടെ ഇത് കാണാൻ ഇവിടെ ഒരു മേഘം പോലെയാണ്, അപ്പുറത്ത് വെള്ള മേഘമാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കും കേട്ടോ തിരിച്ച്. പിന്നെ ഇതാ നമുക്ക് പെർഫ്യൂം സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തരും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലായിടത്തു നിന്നും പോയി വാങ്ങി, എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് കേട്ടോ അതിട്ടാൽ. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നല്ല തണുപ്പായിട്ട് ഞാൻ തണുത്ത് വിറച്ചിട്ടാണ് പോകുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇവിടെ നിന്ന് പോകാൻ തന്നെ തോന്നുന്നില്ല കേട്ടോ, കാരണം എവിടേക്ക് തിരിഞ്ഞാലും അടിപൊളി സ്ഥലങ്ങളാണ്, ഇവിടെ നിന്ന് പോകാൻ തന്നെ തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മീ.